ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആംവേ എന്ന കമ്പനിയെക്കുറിച്ചാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ആംവേ. പലർക്കും ആംവേയെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിലും ഇതിന്റെ ബിസിനസ് മോഡലിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ ഇന്നും പലർക്കും അറിയില്ല. ആംവേയുടെ തുടക്കം മുതൽ ഇന്നു വരെയുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും സാധാരണക്കാർക്ക് ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. 1959 ജെയ്വാൻ ആൻഡൽ റിച്ച് ഡെവോസ് എന്നിവരാണ് ആംവേ സ്ഥാപിച്ചത്. മിഷിഗണിലെ അഡ എന്ന ചെറിയ നഗരത്തിൽ നിന്നാണ് ആംവേയുടെ യാത്ര ആരംഭിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഉൽപ്പന്നം ലിക്വിഡ് ഓർഗാനിക് ക്ലീനർ ആയിരുന്നു. ആദ്യത്തെ പേര് ഫ്രിസ്ക് എന്നായിരുന്നു. വീട്ടിലിരുന്ന് വിൽക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഇത്. ആളുകൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും അവസരം നൽകുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ വേ എന്ന ആശയത്തിൽ നിന്നാണ് ആംവേ എന്ന പേര് ഉത്ഭവിച്ചത്. ആംവേയുടെ ബിസിനസ് മോഡൽ നേരിട്ടുള്ള വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഉൽപ്പന്നങ്ങൾ സാധാരണ കടകളിലൂടെ വിൽക്കുന്നതിന് പകരം ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണേഴ്സ് വഴിയാണ് വിൽക്കുന്നത്. ഈ വിതരണക്കാർക്ക് ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും അത് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യാം. ഇതിലൂടെ അവർക്ക് ലാഭം നേടാൻ സാധിക്കും. കൂടാതെ പുതിയ വിതരണക്കാരെ ചേർക്കുകയും അവരുടെ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നേടുകയും ചെയ്യാം. ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. 1960കളുടെ തുടക്കത്തിൽ ആംവേ ഈ മോഡൽ കൂടുതൽ വികസിപ്പിച്ചു. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരു ശൃംഖല കെട്ടിപ്പടുക്കുന്നതിലൂടെ കൂടുതൽ വരുമാനം നേടാമെന്ന് അവർ പ്രചരിപ്പിച്ചു. ആംവേ പോലെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ആളുകൾക്ക് വലിയ സ്വപ്നങ്ങൾ നൽകുന്നു. നിങ്ങളുടെ സ്വന്തം ബോസ് ആകുക, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ആഡംബര ജീവിതം നയിക്കുക തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങൾ അവർ നൽകുന്നു. ഈ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി പലരും ആംവേയിൽ ചേരുന്നു. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്ക് ഇതൊരു നല്ല അവസരമായി തോന്നാം. പലപ്പോഴും സെമിനാറുകളിലൂടെയും മീറ്റിംഗുകളിലൂടെയും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നു. വിജയ കഥകൾ പ്രചരിപ്പിച്ച് സാധാരണക്കാരെ മോഹിപ്പിക്കുന്നത് ആംവേയുടെ ഒരു സാധാരണ തന്ത്രമാണ്. എന്നാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ യാഥാർത്ഥ്യം പലപ്പോഴും ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. മിക്ക MLM ബിസിനസ്സുകളിലും താഴെത്തട്ടിലുള്ളവർക്ക് പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആംവേയിൽ ചേരുമ്പോൾ പലപ്പോഴും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും പരിശീലന സാമഗ്രികൾ വാങ്ങുന്നതിനും ബിസിനസ് കിറ്റുകൾ വാങ്ങുന്നതിനും ഒരു നിശ്ചിത തുക മുടക്കേണ്ടി വരും. ഇതൊരു സാധാരണക്കാരന് ചിലപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും. ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ള സമ്മർദ്ദവും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആംവേ ഉൽപ്പന്നങ്ങൾ സാധാരണയായി മറ്റ് ബ്രാൻഡുകളെക്കാൾ വില കൂടിയതാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു സാധാരണ ഡിറ്റർജന്റിന്റെ വിലയേക്കാൾ 3-4 ഇരട്ടിയായിരിക്കും ആംവേയുടെ ഡിറ്റർജന്റിന്റെ വില. ഈ ഉയർന്ന വില ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് വിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കടുത്ത മത്സരം നിലനിൽക്കുന്ന വിപണിയിൽ ആംവേ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തുന്നത് എളുപ്പമല്ല. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ഒരു പരിധിവരെ വരുമാനം നേടാൻ സാധിക്കുമെങ്കിലും അതിനപ്പുറം വിൽപ്പന വർദ്ധിപ്പിക്കാൻ പലപ്പോഴും സാധിക്കില്ല. പലരും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പോലും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ആംവേയിൽ വരുമാനം നേടുന്നതിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനേക്കാൾ പ്രധാനമായി പുതിയ ആളുകളെ ചേർക്കുക എന്നതാണ്. നിങ്ങൾ എത്രത്തോളം ആളുകളെ നിങ്ങളുടെ ഡൗൺലൈനിൽ ചേർക്കുന്നുവോ അവരുടെ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അത്രത്തോളം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. ഇതൊരു പിരമിഡ് ഘടനയാണ്. എന്നാൽ പുതിയ ആളുകളെ ചേർക്കുന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇത്തരം ബിസിനസ്സുകളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിക്കുമ്പോൾ. ആംവേ പോലുള്ള മിക്ക MLM കമ്പനികളിലും മുകളിലെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ് നല്ല വരുമാനം നേടാൻ സാധിക്കുന്നത്. താഴെ തട്ടിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ലാഭം നേടാൻ കഴിയാതെ വരികയും പലപ്പോഴും അവർ മുടക്കിയ പണം പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 99% പേർക്കും MLM ബിസിനസ്സുകളിൽ നിന്ന് ലാഭം നേടാൻ കഴിയുന്നില്ല. ആംവേയെക്കുറിച്ച് പല വിമർശനങ്ങളും നിലവിലുണ്ട്. ഒരു സാധാരണ പിരമിഡ് സ്കീമിന്റെ രൂപമാണ് ആംവേയുടേത് എന്ന് പലരും ആരോപിക്കുന്നു. ഒരു പിരമിഡ് സ്കീമിൽ പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെയാണ് പ്രധാനമായും പണം സമ്പാദിക്കുന്നത്, അല്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയല്ല. ഇത് പല രാജ്യങ്ങളിലും നിയമവിരുദ്ധമാണ്. ആംവേക്ക് പല രാജ്യങ്ങളിലും നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1970കളിൽ അമേരിക്കൻ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആംവേക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതൊരു പിരമിഡ് സ്കീം ആണോ എന്ന് പരിശോധിക്കുന്നതിനായിരുന്നു ഈ കേസ്. 1979ൽ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആംവേയെ ഒരു പിരമിഡ് സ്കീം അല്ലെന്ന് വിധിച്ചു. എന്നാൽ ആംവേക്ക് പല നിയമങ്ങളും പാലിക്കാൻ നിർദ്ദേശിച്ചു. ഉദാഹരണത്തിന്, വിതരണക്കാർക്ക് വിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ തിരികെ നൽകാൻ അവസരം നൽകണം. വിതരണക്കാർക്ക് ന്യായമായ വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ വരുമാനത്തെക്കുറിച്ച് അതിശയോക്തി കലർന്ന വാഗ്ദാനങ്ങൾ നൽകരുത്. ഈ വിധി ആംവേക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നുവെങ്കിലും അവരുടെ ബിസിനസ് മോഡലിനെ കുറിച്ചുള്ള സംശയങ്ങൾ പൂർണ്ണമായും നീങ്ങിയില്ല. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല സംശയങ്ങളും നിലനിന്നിരുന്നു. 2011 കേരള പോലീസിൽ ആംവേക്കെതിരെ പരാതികൾ ലഭിക്കാൻ തുടങ്ങി.
അമിതമായ വില ഈടാക്കുന്നു എന്നും അംഗങ്ങളെ വഞ്ചിക്കുന്നു എന്നുമായിരുന്നു പ്രധാന ആരോപണങ്ങൾ. 2013 കേരള പോലീസ് ആംവേ ഇന്ത്യയുടെ MD വില്യം എസ് പിഗ്നിയെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തു. പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീംസ് ബാനിംഗ് ആക്ട് 1978 ലംഘിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. കോഴിക്കോട്ടെ ഒരു വനിതാ ഡീലർ ആംവേ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന് പരാതി നൽകിയിരുന്നു. ഇത് ആംവേയുടെ ബിസിനസ് മോഡലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാക്കി. 2022 ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആംവേ ഇന്ത്യയുടെ 757 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടിയതായി അറിയിച്ചു. ആംവേ കള്ളപ്പണം വെളുപ്പിക്കലിൽ ഏർപ്പെട്ടിരുന്നു എന്നും ഒരു പിരമിഡ് തട്ടിപ്പ് ബിസിനസ്സാണ് നടത്തുന്നത് എന്നുമായിരുന്നു EDയുടെ കണ്ടെത്തൽ. ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അംഗങ്ങളെ ചേർക്കുന്നതിലൂടെ എങ്ങനെ പണമുണ്ടാക്കാം എന്നതിലാണ് കമ്പനിയുടെ ശ്രദ്ധ എന്ന് ED പ്രസ്താവിച്ചു. 2002 മുതൽ 2022 വരെ ആംവേ അതിന്റെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് 27,562 കോടി രൂപ സമാഹരിച്ചതായും ഇതിൽ 2,859 കോടി രൂപയോളം വിദേശ നിക്ഷേപകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡിവിഡന്റ്, റോയൽറ്റി തുടങ്ങിയ രൂപങ്ങളിൽ മാറ്റിയെന്നും ED കണ്ടെത്തി. 2023 നവംബറിൽ ആംവേക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 4,050 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തു. ഇത് തെലങ്കാന പോലീസിന്റെ FIRകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. സാധനങ്ങൾ വിൽക്കുന്നതിന്റെ മറവിൽ ആംവേ ഒരു നിയമവിരുദ്ധമായ മണി സർക്കുലേഷൻ സ്കീം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നും പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിലൂടെ ഉയർന്ന കമ്മീഷനുകളും പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്ത് പൊതുജനങ്ങളെ വഞ്ചിച്ചു എന്നും ED ആരോപിച്ചു. ഈ കേസുകളെല്ലാം ആംവേയുടെ ബിസിനസ് മോഡലിന്റെ സുതാര്യതയെക്കുറിച്ചും നിയമപരമായ സാധുതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. നേരിട്ടുള്ള വിൽപ്പന നിയമപരമായി അനുവദനീയമാണെങ്കിലും പിരമിഡ് സ്കീമുകളും പണം പ്രചരണ പദ്ധതികളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. 2021 ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾസ് 2021 ഈ മേഖലയെ കൂടുതൽ നിയന്ത്രിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ്. ആംവേ വിവിധ തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ആരോഗ്യം, സൗന്ദര്യം, വീട്ടുപകരണങ്ങൾ, വ്യക്തിഗത പരിചരണം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ആംവേക്കുണ്ട്. അവരുടെ ന്യൂട്രിലൈറ്റ് ബ്രാൻഡിന്റെ വിറ്റാമിനുകളും ആർട്ടിസ്ട്രി ബ്രാൻഡിന്റെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളും വളരെ പ്രശസ്തമാണ്. ആംവേ ഉൽപ്പന്നങ്ങൾ സാധാരണയായി ഉയർന്ന ഗുണമേന്മയുള്ളതാണെന്ന് പല ഉപഭോക്താക്കളും പറയുന്നു. ന്യൂട്രിലൈറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള സ്വന്തം ഓർഗാനിക് ഫാമുകളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് എന്ന് ആംവേ അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില മറ്റ് ബ്രാൻഡുകളെക്കാൾ വളരെ കൂടുതലാണ് എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. ഈ ഉയർന്ന വില കാരണം സാധാരണക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. ഇത് വിതരണക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സാധാരണ വിറ്റമിൻ സപ്ലിമെന്റിനേക്കാൾ വളരെയധികം വില ആംവേയുടെ ന്യൂട്രിലൈറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. ആംവേയുടെ ബിസിനസ് മോഡൽ വ്യക്തികളെയും സമൂഹത്തെയും പലതരത്തിൽ ബാധിക്കുന്നു. ആംവേയിൽ ചേരുന്ന മിക്ക ആളുകൾക്കും പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും പരിശീലനത്തിനായി പണം മുടക്കുന്നതിനും സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിനും സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. ഇത് പലരുടെയും കുടുംബങ്ങളെയും സാമ്പത്തിക ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. പലരും കടക്കെണിയിൽ അകപ്പെടുന്നു. ആദ്യം പറഞ്ഞ പോലെ ആംവേയിൽ ചേരുന്ന പലരും തങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും അവരെ ബിസിനസ്സിൽ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ കാരണമാകും. ആളുകൾക്ക് ആംവേയെക്കുറിച്ച് അറിയുമ്പോൾ അമിതമായ സമ്മർദ്ദം കാരണം അവരെ ഒഴിവാക്കാൻ തുടങ്ങും. ആംവേയിൽ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ പലർക്കും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. തങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു എന്നും പണം നഷ്ടപ്പെട്ടു എന്നുമുള്ള ചിന്തകൾ അവരെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടേക്കാം. സാമ്പത്തിക നഷ്ടം കുടുംബ ബന്ധങ്ങളിലും വ്യക്തിഗത സന്തോഷത്തിലും വിള്ളലുകൾ വരുത്തും. ആംവേ പോലുള്ള MLM കമ്പനികൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു. വേഗത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ പലരെയും ഈ ബിസിനസ്സുകളിലേക്ക് ആകർഷിക്കുന്നു. ഇത് മൊത്തത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് വഴിവെച്ചേക്കാം. സമൂഹത്തിൽ അമിതമായ കൺസംഷൻ ട്രെൻഡും സാമ്പത്തിക ചൂഷണവും വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഇന്ന് ആംവേ തങ്ങളുടെ ബിസിനസ് മോഡൽ കൂടുതൽ സുതാര്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനു ശേഷം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അവർ ശ്രമിക്കുന്നു. പുതിയ വിതരണക്കാരെ ചേർക്കുന്നതിലും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആംവേ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ 90% ഇവിടെ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി. മധുരയ്ക്കടുത്ത് ഒരു ഉൽപാദന കേന്ദ്രം സ്ഥാപിച്ചു. കൂടാതെ ഡിജിറ്റൽ വിൽപ്പനയിലും കൊമേഴ്സിലും അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. എന്നിരുന്നാലും EDയുടെ നടപടികൾക്ക് ശേഷം ആംവേ ഇന്ത്യക്ക് സാമ്പത്തികമായി ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ ആംവേ ഇന്ത്യയുടെ നഷ്ടം ഇരട്ടിയായി 52.78 കോടി രൂപയായി ഉയർന്നു. അതേസമയം വിൽപ്പന 1284 കോടി രൂപയിൽ മാറ്റമില്ലാതെ തുടർന്നു. ന്യൂട്രീഷൻ വെൽനസ് വിഭാഗങ്ങളിൽ നേരിയ വളർച്ചയുണ്ടായപ്പോൾ പേഴ്സണൽ കെയർ, ഹോം കെയർ, സൗന്ദര്യം, കുക്കിംഗ് യൂട്ടൻസിൽസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിൽപ്പന കുറഞ്ഞു. എങ്കിലും ആംവേ ഇപ്പോഴും ഇന്ത്യയെ ഒരു പ്രധാന വിപണിയായി കാണുന്നു. ആരോഗ്യത്തിലും ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ വിപണിയിൽ തങ്ങൾക്ക് മികച്ച ഭാവിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലേക്കും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലേക്കും ഒരു കയറ്റുമതി കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനും ആംവേ ലക്ഷ്യമിടുന്നു.
ആംവേ ഒരുപാട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. പലർക്കും ഇതൊരു വരുമാന മാർഗവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ബിസിനസ് മോഡലിന്റെ യഥാർത്ഥ സ്വഭാവം, പ്രത്യേകിച്ച് MLM ഘടന, പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ആംവേയിൽ ചേരുന്നതിന് മുമ്പ് ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വേഗത്തിൽ പണം ഉണ്ടാക്കുക എന്ന വാഗ്ദാനങ്ങളിൽ വീഴാതെ ഇതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും സാമ്പത്തിക നഷ്ട സാധ്യതകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. ഒരു MLM കമ്പനിയിൽ ചേരുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, വിൽപ്പന സാധ്യതകൾ, കമ്പനിയുടെ നിയമപരമായ നിലപാടുകൾ, മറ്റ് അംഗങ്ങളുടെ അനുഭവങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കുന്നത് നല്ലതാണ്. ഓർക്കുക, കഠിനാധ്വാനവും ആത്മാർത്ഥതയും ശരിയായ ദിശാബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആംവേയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു ബിസിനസ്സിൽ ചേരുമ്പോൾ നിങ്ങൾ ആരെയെങ്കിലും ചേർക്കുന്നതിലൂടെയല്ല, മറിച്ച് ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നതിലൂടെയാണ് വരുമാനം നേടുന്നത് എന്ന് ഉറപ്പാക്കുക. അല്ലാത്ത പക്ഷം അതൊരു പിരമിഡ് സ്കീമായി മാറാൻ സാധ്യതയുണ്ട്. അത് നിയമവിരുദ്ധമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.